ഫോഴ്സിനനുസരിച്ച് ഫ്രിക്ഷന്റെ ഗ്രാഫ് ഒരു ഷുവർ ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ. അപ്പോൾ നമുക്കറിയാം ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷനും അതേപോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷനും ഉണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ആയിട്ടുള്ള ഫോഴ്സ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുമെന്നാണ് അല്ലേ. സോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിനനുസരിച്ച് കൂടി പോയി അതൊരു മാക്സിമം പോയിന്റിലേക്ക് എത്തും. ആ മാക്സിമം പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അഥവാ FS മാക്സ് എന്നാണ് വിളിക്കുക. സോ ഇതാണ് നമ്മളുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അതിനുശേഷം അത് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും അല്ലേടാ. അപ്ലൈഡ് ഫോഴ്സ് നമ്മുടെ ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതലായിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് മൂവ് ചെയ്യാൻ തുടങ്ങും. മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടെയുള്ളത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതേപോലെ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഒന്ന് നമ്മുടെ ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കുറച്ച് ചെറുതും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് താഴോട്ടേക്ക് ആക്കിയിട്ട് നേരെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. സോ ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മളുടെ എന്തെന്ന് വിളിക്കുന്നത്? കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രാഫ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കൈനറ്റിക് ഫ്രിക്ഷൻ കോൺസ്റ്റന്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വേരിയബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് വേരിയബിൾ ഫോഴ്സ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം.